Hello. Welcome to market discussion of the day. Today, October 27, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ ഈ മാസത്തെ ഏറ്റവും ലാസ്റ്റ് വീക്കാണ് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ കൂടെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു വീക്കും കൂടിയാണ്. കാരണം ഈ ആഴ്ച ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ട്. അതിൻ്റെ കൂടെ GDP അനൗൺസ്മെൻറ്റ് ഫ്രം US വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ട്രേഡിലോട്ട് ഇറങ്ങാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. സോ എല്ലാ ആഴ്ചത്തെയും പോലെ നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ മാർക്കറ്റിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടത്, അത് വെച്ചിട്ട് മാറി നിൽക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോവാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. ഇഷ്ടമുള്ള ബാച്ചിൽ കയറാം നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്. സോ ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ബേസിക് ലെവലിലുള്ള ഒരു ക്ലാസ്സാണ്, ഒരു അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ് ഒന്നും അല്ല. ബേസിക്കായിട്ട്, അതായത് ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തില്ല, ഈവൻ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ട്രേഡിങ് കുറച്ചറിയാം എന്നാലും ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ആയിരിക്കും കൂടുതൽ ഗുണപ്രദമായിട്ട് ഉണ്ടാവുക. സോ ഒരുപാട് ഫോറക്സിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ബേസിക് ലെവലിൽ ഉള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ഗുണപ്രദമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച ഇന്ന് നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ആണുള്ളത്. 12:30 മണി UK ടൈമിങ്ങിനാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. നമ്മൾ ഈ ആഴ്ച മുതൽ പറഞ്ഞു പോകുമ്പോൾ ഒറ്റ കാര്യം നോക്കുക. സോ ഇവിടുന്ന് ഈ ഒരു 12:30 5:30 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഇന്ത്യൻ ടൈമിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ 4:30 മണിക്കൂറായിരുന്നു. സോ ഈ ആഴ്ച മുതൽ ഇവിടുത്തെ ടൈം മാറി. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 5:30 മണിക്കൂർ വ്യത്യാസമാണ് നോക്കേണ്ടത്. 12:30 + 5:30. ഓക്കെ, അപ്പോൾ അവിടുത്തെ 6 മണിക്കായിരിക്കാം ഈ ഒരു ന്യൂസ് വരുന്നത് അല്ലേ. സോ ബേസിക്കലി ആ ഒരു കൺസിഡറേഷനും കൂടെ എടുത്ത് നോക്കണം. ഓക്കെ, ഞാൻ UK ടൈമിംഗ് പറയുമ്പോൾ അവിടുത്തെ 5:30 മണിക്കൂർ വ്യത്യാസമാണ്, 4:30 മണിക്കൂറല്ല. ഓക്കെ, അതേപോലെ തന്നെ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആണ് നാളത്തെ ന്യൂസ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്ത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക ആ ഒരു ടൈമിൽ. പക്ഷേ ബുധനാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. നമുക്കറിയാം 2:30 മണിക്കാണ് കേട്ടോ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. എല്ലാ ആഴ്ചയും 3:30 മണിക്കായിരുന്നു UK ടൈമിംഗ്. ഇന്ത്യൻ ടൈമൊന്നും മാറുന്നില്ല കേട്ടോ, UK ടൈമിംഗ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം കുറച്ച് കാലത്തേക്ക്. കാരണം നമ്മുടെ ബ്രിക്സ് കറൻസി ബാക്ക് ചെയ്യുന്നതും ക്രൂഡ് ഓയിലും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ FOMC പ്രസ് കോൺഫറൻസും ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് FOMC പ്രസ് കോൺഫറൻസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യണം. ഫെഡ് ചെയർ പവലിൻ്റെ അടുത്ത് ചോദ്യങ്ങളുണ്ടാവും. ഉറപ്പായിട്ടും റിസഷനിലോട്ട് പോവുകയാണോ US എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാവും. സോ അതിന് കൊടുക്കുന്ന മറുപടി ആണ് മാർക്കറ്റിൽ ഈ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്. ഇതിലും വലിയൊരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊരു ന്യൂസ് കിടപ്പുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ വ്യാഴാഴ്ച നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. രാവിലെ 7 മണിക്ക് യൂറോ സോണിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് എടുത്ത് ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് യൂറോ സോണിൽ നിന്ന്, അതും യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഉച്ചയ്ക്ക് 12:30 മണിക്ക് വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് US നിന്ന്. സോ മാറി നിൽക്കുക. സോ സെയിം ടൈമിങ്ങിൽ തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അതിൻ്റെ കൂടെ 1:15 നമുക്ക് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അത് യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ
അത് കഴിഞ്ഞിട്ട് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. സോ അങ്ങനെ സംഭവ വിഹുലമായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. സോ ബുധനാഴ്ച ഒരു ഇന്ത്യൻ ടൈമിംഗ് ഒരു 4 മണിക്കൊക്കെ ശേഷം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. വ്യാഴാഴ്ച നമുക്ക് ട്രേഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യത്തിനകത്ത് GBP എന്ന് പറയുന്ന കറൻസീസിൽ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നതിനകത്ത് GBPയിൽ മാത്രം ട്രേഡ് ചെയ്ത് പോവുക. കാരണം എന്താണ്, ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റ് പോയി. സോ നമ്മൾ നേരത്തെ പറയുന്നതാണല്ലേ, ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് പോവും. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് അനങ്ങിയത്. ഓക്കെ, സോ JPYയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് JPYയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. യൂറോസോണിൽ നിന്ന് യൂറോ USD നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. GDP അനൗൺസ്മെൻ്റ് ആയിട്ട് US ചെയ്യുന്നത്, അതുകൊണ്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം തന്നെ രാത്രി 11:50, അതായത് ഇന്ത്യൻ ടൈമിംഗ് വെളുപ്പിന് 5 മണിക്കൊക്കെ ആയിരിക്കും. ഓക്കെ, ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസും വരുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് നമുക്ക് GBPയിൽ ഈ ആഴ്ച ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മണി 4 മണിക്കൊക്കെ മുന്നേ ആയിട്ട് ഇന്ത്യൻ ടൈമിംഗ് ആണ് പറയുന്നത്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, GBP ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തുനിന്നും മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. വെള്ളിയാഴ്ച നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. യൂറോസോണിൽ നിന്ന് CPIയുടെ ന്യൂസ് ഉണ്ട്. അത് യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും എന്നല്ലാതെ വേറൊരു കൗണ്ടറിലും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ഓക്കെ, നമുക്ക് പിന്നെ വ്യാഴാഴ്ച തന്നെ കോർസ് PCE പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ആ ഒരു സമയത്തൊരു ജസ്റ്റ് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകുന്നൊരു ന്യൂസൊന്നുമല്ല ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ കോർ PCE പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ആഴ്ചത്തെ നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൺ ന്യൂസ് എന്താ വെച്ചാൽ, നമ്മളുടെ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഏഷ്യ വിസിറ്റിങ്ങിലാണ്. ഓക്കെ, ചൈനയായിട്ടൊരു ട്രേഡ് ഡീലിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രേഡ് ഡീൽ വന്നാൽ, ഓൾറെഡി കുറച്ച് ട്രേഡ് ഡീലുകൾ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ട്രേഡ് ഡീലുകൾ വന്നാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ റേറ്റൊക്കെ കുത്തിനെ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്കറിയാം വേൾഡിൽ പല സ്ഥലങ്ങളിൽ വോർ നടക്കുന്നുണ്ട്. അപ്പോൾ റഷ്യ-ഉക്രൈൻ വോർ, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വോറുകളൊക്കെ നടക്കുന്നുണ്ട്. സോ ആ വാറിനെക്കാട്ടിലും വലിയ വോറായിരുന്നു ട്രേഡ് വോർ. റഷ്യയും US-ഉം, അല്ലെങ്കിൽ ചൈന US, ഇന്ത്യ US, അങ്ങനെ പല രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വോറുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ബേസിക്കലി USA-യിൽ നിന്ന് ഒരു റിസഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ അതിനൊരു എന്താ പറയുക, ഒരു തീരുമാനമാക്കാനായിട്ട്, അതിലോട്ട് പോവാതിരിക്കാനായിട്ട് ചൈനയായിട്ടുള്ളൊരു ഡീലാണ് ഫസ്റ്റ് ഓഫ് ഓൾ US ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിൽ US പ്രസിഡന്റ് ഇവിടെ ഏഷ്യയിലുണ്ട്. ഓക്കെ, സോ അതെന്തായി തീരും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ മിക്കവാറും ആ ട്രേഡ് ഡീലൊക്കെ ഒരു സമാധാനത്തിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിലൂടെ ഉറപ്പായിട്ടും മാർക്കറ്റ് പഴയതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ മാർക്കറ്റ് ഇപ്പോൾ വൈൽഡാണ്. നമുക്ക് എവിടെ എൻട്രി എവിടെ എക്സിറ്റ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. സോ അതിൽ നിന്ന് മാറി ഒരു നല്ലൊരു പണ്ടത്തെ പോലെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിൽ നിന്ന് തുടങ്ങാം. സോ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നോക്കാം, USD JPY 152.933 എന്ന് പറയുന്ന റേഞ്ചിലാണ് JPY നിൽക്കുന്നത്. ഓക്കെ, സോ 2-3 ക്യാൻഡിലൊക്കെ 153-ന്റെ മുകളിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 152.5 to 152.5 to 153.5 എന്ന് പറയുന്ന 100 പിപ്പിൻ്റെ അകത്തുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് JPYയിൽ. അത് വിട്ടു പോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞ സേഫ് ആയിട്ടുള്ള എൻട്രി 152 ഓക്കെ, സോ 152-ൻ്റെ അവിടെ പോയില്ല. ഇന്ന് ലോ പോയിട്ടുള്ള 152.50, 152.60, ആ ഒരു ലെവലിലൊക്കെയാണ് മാർക്കറ്റ് എങ്കിൽ പോലും നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സേഫ് ആയിട്ടുള്ള എൻട്രി 152. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്നുള്ള ആൾക്കാർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ ട്രേഡ് എടുക്കുക. ഞാൻ 152-ലായിരിക്കും ട്രേഡ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്.
ഓക്കെ. സോ 152 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. 152 അവിടെ കിട്ടിയില്ല, 152.50, 152.60 ഒക്കെ ആണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും ചെറിയ ലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കണം. 152 അവിടെ നിന്നുള്ള സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വെക്കേണ്ടത്. അത് വൈഡാണ്. 151.40 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.1622 നിൽക്കുന്നു. 1.1600 ബൈ എൻട്രി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബൈ എൻട്രി ആണെന്നുള്ള കാര്യം. അത് ബൈ എടുക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് സേഫ് ആയിട്ടുള്ള ബൈ എൻട്രി 1.1500 തന്നെയാണ്. ഓക്കെ. പക്ഷേ മാർക്കറ്റ് ഈ കഴിഞ്ഞ വീക്ക് അവസാനിച്ചതും ഈ എല്ലാ ക്യാൻഡിൽസും, ഇന്നത്തെ ക്യാൻഡിൽസ് എല്ലാം 1.1600 മുകളിലായതുകൊണ്ടിട്ട് തന്നെ 1.16 തന്നെ 1.1600 തന്നെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് നമുക്ക് എടുക്കുകയും 1.1600 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ 1.1600 അവിടുന്ന് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പകുതി ലോട്ട്, അതായത് 0.5 ലോട്ട് മാത്രം കച്ചവടം ചെയ്യുക. 0.1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.05 ലോട്ട് മാത്രം കച്ചവടം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഏതിലാണ്? നമ്മളുടെ യൂറോയിലെടുത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ. ഓക്കെ. ഇല്ലാത്ത പക്ഷം നമുക്ക് 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയാണ്. ബാക്കി 0.5 1.1500 അവിടെ നിന്നും ബൈ എടുത്ത് മുന്നോട്ട് പോവുക. 1.1440 താഴെ സ്റ്റോപ്പ് ലോസും വെക്കുക. ഓക്കെ. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3300 ആണ് നമ്മളുടെ ബൈ എൻട്രി. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. സോ അവിടെ കിട്ടിയാൽ ബൈ എടുക്കുക. 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ബൈ എൻട്രി നമുക്ക് അവിടുന്ന് കിട്ടുകയും അവിടുന്ന് നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. 1.3300 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. കാരണം കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ആയത് ക്ലോസ് ആയത് 1.3300 മുകളിലാണ്. ഇന്നത്തെ എല്ലാ ക്യാൻഡിൽസ് 1.3300 മുകളിലാണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് ബൈ ചെയ്യുന്നുള്ള ആൾക്കാർ ഓക്കെ 1.3240 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അത് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം കേട്ടോ. സോ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേക്ക് പ്രോഫിറ്റ് വന്നിട്ട് 1.3450 ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേക്ക് പ്രോഫിറ്റ് എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ ഗോൾഡിൽ വരുമ്പോൾ ഗോൾഡിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ പറയാറുണ്ടല്ലേ, ഗോൾഡ് എനിക്ക് ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്നൊരു കാഴ്ച. കഴിഞ്ഞ ആഴ്ച 4380 വരെ മാർക്കറ്റ് പോയിട്ട് 4000 വരെ മാർക്കറ്റ്, ഓൾമോസ്റ്റ് 4000 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് നടന്നതാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഓടേണ്ട ഓട്ടം ഒരു ദിവസം കൊണ്ട് ഓടിയ ചരിത്രം ഗോൾഡിനുണ്ട്. ഓക്കെ. പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കാതെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതെ പോയിട്ട് പല ആൾക്കാരുടെ അക്കൗണ്ട് ബ്ലോൺ ഔട്ടായി വാഷ് ഔട്ടായി പോയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അല്ലേ. സോ സേഫായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ്, റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക. 4 ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും നിങ്ങളുടെ 20% ഇക്വിറ്റിയിൽ നിന്ന് പോവാതിരിക്കാനായിട്ടുള്ള മാക്സിമം ആണ് കേട്ടോ. ഞാനൊക്കെ 10% ആണ് നോക്കുന്നത്. പക്ഷേ പല ആൾക്കാർക്കും അത് പറ്റാത്തത് കൊണ്ടിട്ട് 20% കൂടുതൽ ഇക്വിറ്റി പോവരുത് എന്ന് ഉള്ള തീരുമാനം ആണ് നമ്മൾ എടുക്കേണ്ടത്. 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും 20% കൂടുതൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പാടില്ല. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ. സോ ബേസിക്കലി കുറച്ചുകൂടെ വൈഡായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഒരു $25 to $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള 3-4 കാര്യങ്ങൾ ചെയ്താൽ ഗോൾഡിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാം. ടേക്ക് പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് 1:1.5, $30 സ്റ്റോപ്പ് ലോസ് എങ്കിൽ $45 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഇങ്ങനെ 3-4 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഗോൾഡിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇല്ലാത്ത പക്ഷം നമ്മൾ എവിടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കണം എന്നറിയാതെ, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നറിയാതെ, എവിടെ ട്രേഡ് എടുക്കണം എന്നറിയാതെ നിൽക്കുകയും ചെയ്യും. സോ എൻ്റെ ട്രേഡിലുള്ള റെക്കമെൻഡേഷൻ 4030 എന്ന് പറയുന്ന റേഞ്ചിൽ വന്ന് വീണ് കിട്ടിയാൽ ബൈ എൻട്രി എടുത്ത് പോകാം. കഴിഞ്ഞ ആഴ്ച പോയ ലോ ഉണ്ടല്ലോ 4005, അതിൻ്റെ താഴെ $30 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ആ ഒരു ബൈ എൻട്രി എടുക്കാനും എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. $45 ടേക്ക് പ്രോഫിറ്റ്, അതായത് 4075 നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെക്കാം.
ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി. ഇല്ലാത്ത പക്ഷം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. 4060 എടുക്കണമെന്ന് പറയാനുണ്ട്, പക്ഷേ അത് എത്രമാത്രം പോസിബിൾ ആണ്? അവിടുന്ന് മാർക്കറ്റ് ചിലപ്പം താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയൊക്കെ വളരെ കൂടുതലാണ്. സോ മാർക്കറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ചെറിയ ലോട്ട് സൈസ്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ, ഈ $10,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുടെ എൻ്റെ റെക്കമെൻഡേഷൻ വെറും 0.1 ലോട്ട് എടുക്കുക. ഓക്കെ, $45 കയറി കഴിഞ്ഞാൽ $450 കിട്ടും, പോരെ? അപ്പോൾ അത് വളരെ, അതായത് ഓൾമോസ്റ്റ് 5% ഓഫ് ദ ടോട്ടൽ മണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര നല്ലൊരു ഇൻകമാണ് അല്ലേ? എന്തിനാണ് നമ്മൾ ഒരു ദിവസം കൊണ്ടിട്ട് നമ്മൾ ടോട്ടൽ, അതായത് 10,000 തന്നെ ഉണ്ടാക്കണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ, ചിലപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ദിവസം ആ 10,000 ആ പ്രോഫിറ്റും കൂടെ അങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. 4030 കിട്ടിയാൽ മാത്രം ബൈ ചെയ്യുക. $10,000 ഉള്ള അക്കൗണ്ടിൽ 0.1 ലോട്ട് എടുക്കുക, $30 സ്റ്റോപ്പ് ലോസ് വെക്കുക, $45 ടേക്ക് പ്രോഫിറ്റ് വെക്കുക. സിമ്പിൾ. ഓക്കെ, സോ ഇങ്ങനെ മാത്രം ചെയ്തു പോവുക ഗോൾഡിൽ എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ട് നാട്ടിൽ, കേരളത്തിൽ ഒക്കെ ഒരുപാട് പല സ്കാമുകളും ബ്രോക്കേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പേഴ്സണലി പല ആൾക്കാരും എൻ്റെ അടുത്ത് ഏതാ ബ്രോക്കർ എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കറിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആ ബ്രോക്കറിൻ്റെ റെഗുലേഷനാണ്. ഓക്കെ, ആ ബ്രോക്കർ എവിടെയൊക്കെയാണ് റെഗുലേറ്റഡ് എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ റെഗുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UK റെഗുലേഷൻ, അതേപോലെ തന്നെ UAE റെഗുലേഷൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നീ 4 രാജ്യങ്ങളിലെ മേജർ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. UAE നോക്കുകയാണെങ്കിൽ സ്കാഡ റെഗുലേഷനുണ്ട്, UK നോക്കുകയാണെങ്കിൽ FCയുടെ റെഗുലേഷൻ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIC, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, മൗറീഷ്യസ്, ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ഒരു 3 റെഗുലേഷൻ മാത്രം നോക്കിയാൽ മതി ആക്ച്വലി നമ്മൾ ഒരു കമ്പനി നോക്കുന്ന സമയത്ത്. അതിൻ്റെ കൂടെ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയിലെ നമ്പർ 1 ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും, അതായത് ഒരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്താ പറയുക, സ്വാപ്പ് എന്ന് പറയുന്ന ഫീസ് പിടിക്കാത്ത രീതിയിലുള്ള അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ബോണസും, നല്ല ഡെപ്പോസിറ്റ് ബോണസും അവർ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ $500, യൂറോപ്യൻ ക്ലയൻസിന് 100% ഡെപ്പോസിറ്റ് ബോണസാണ് അവർ തരുന്നത് ആദ്യത്തെ $1,000. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് ഇടുന്നോ അതിനെല്ലാം 20% ബോണസ് തരുന്നുണ്ട്. അത് ആദ്യത്തെ ഡെപ്പോസിറ്റിൽ മാത്രമല്ല, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും 20% ബോണസ് കമ്പനി തരുന്നുണ്ട്. അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഇക്വിറ്റി വളർത്താനായിട്ട് നമ്മളെ കമ്പനി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ കൂടെ നമ്മൾ ഇന്ത്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് ഇന്ത്യൻ ക്ലയൻസിന് അവർ തരുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് 20% ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരികയും ചെയ്യാം. ഓക്കെ, സോ ആ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ത്രൂ ചെയ്യുക. ആപ്പ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ എൻ്റെ ഒരു കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് യൂസ് ചെയ്തിട്ട് എന്നെ പേഴ്സണലി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. ഞാൻ അതിൻ്റെ താഴെ UAE ക്ലയൻസിന്, ദുബായ് ക്ലയൻസിന് വേറെ ലിങ്കാണ്. സോ അതും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. ഞാൻ ഇന്ന് മിക്കവാറും ആ ലിങ്കും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അത് ഡൗട്ട് ആവരുത്, കാരണം ദുബായ് ക്ലയൻസിന് വേറെ ലിങ്കാണ്. സോ ആ രണ്ട് ലിങ്ക് കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ട്രേഡ് സേഫ്, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വീണ്ടും 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 എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.